ചൂടിനെ അതിജീവിക്കണേ? ഇന്ത്യയെ അതിജീവിച്ചാൽ പറ്റുള്ളൂ. ആണല്ലേ? രാത്രി കിടക്കുമ്പോൾ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ? ഫാനിട്ടിട്ടാ കിടക്കുക അല്ലെ? ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് കിടന്നിട്ടും പക്ഷെ നല്ല ചൂടാ. 30-36 ഡിഗ്രി. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്ത് ചെയ്യണു? ഞാൻ കച്ചവടമാണ്. കച്ചവടമാണ്. ഇവിടെ ഇപ്പൊ കണ്ണൂരാണോ? കണ്ണൂർ കോയമ്പത്തൂരുണ്ട്. ആണോ? എന്താ കച്ചവടം? മിഷനറീസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ സാധനം? ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ. എവിടെ വീട്? എവിടെയാ? തക്കാളിപ്പിടിയാ. ആണല്ലേ? ഇവിടെ തന്നെ കണ്ണൂർ തന്നെയാണ്. ഓക്കെ. അപ്പം നല്ല ചൂടുണ്ട്, അത് കാരണം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാഷ്ട്രീയ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ ചൂട്? LDF, UDF, BJP സ്ട്രോങ് ആണോ? ഞാൻ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് ആര് ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പണി നമ്മൾ എടുത്തേ പറ്റൂ. എന്നാലും ഒരു കച്ചവടക്കാരനാകുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ, കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാം. എന്താണ് പൊതുവെ ഒരു കണ്ണൂരിന്റെ മനസ്സിലെന്ന് മനസ്സിലാവുന്നുണ്ടോ? ജയരാജൻ BJP ആണല്ലേ? സുധാകരന് സാധ്യത കുറവാണ് അല്ലേ? സുധാകരൻ സാധ്യത ഒന്നുകിൽ ജയരാജൻ, അതല്ലെങ്കിൽ BJP. പൊതുവെ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീണ്ടും ചെയ്യാൻ പറ്റില്ല. എന്റെ ഭാഗ്യം പോലെ വരും. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യുന്നുണ്ട്. പിന്നെ ഓന് ഫാമിലി ഒന്നും ഇല്ലല്ലോ. ഫാമിലി ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഒന്നുകിൽ MV ജയരാജൻ അല്ലെങ്കിൽ BJP എന്നാണ് ഒരു വോട്ടറുടെ പ്രതികരണം. അപ്പം ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവോ അതോ ഇനി കച്ചവടത്തിലേക്ക് പോകും? അമ്പലത്തിലെ പരിപാടിയുണ്ട്. ഓക്കെ. അപ്പം മണ്ഡലത്തിൽ അങ്ങനെ സജീവമാണ്. പൊതുവെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണമൊക്കെ വളരെ ചൂട് പിടിച്ചതാണ് ആണല്ലേ? മൊത്തത്തിൽ അങ്ങനെയാ? ചൂടുണ്ട് അല്ലേ? മൊത്തത്തിൽ നല്ല ചൂടുണ്ട്. എന്നാലും ആർക്കാ ഒരു സാധ്യത പറയാൻ പറ്റുന്നില്ല ഇപ്പൊ? 5 കൊല്ലം ജയിച്ചു, 5 കൊല്ലം മറ്റവരും ജയിക്കട്ടെ. 5 കൊല്ലം അവര് ജയിച്ചു. അപ്പൊ 5 കൊല്ലം കൊടുക്കാം. വ്യത്യാസം അറിയാൻ പറ്റുമല്ലോ അല്ലേ? എന്തായാലും പിന്നെ മാറി വരണം. മാറി വരണം എന്നതാണ്. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസ് വന്നു, ഇത്തവണ LDF വരണം എന്നതാണ് അല്ലേ? ഓക്കെ. നമസ്കാരം. എന്താ ചേട്ടാ? എന്താ ചെയ്യണേ? രാവിലെ ഈദ്ഗാഹിന് വന്നതാണോ? കഴിഞ്ഞോ? ഭക്ഷണം കഴിച്ചോ? നമുക്ക് ചായ കുടിക്കാം. ഒരു ചായ അല്ല ചേട്ടനൊരു ചായ ഇവിടെ? ഓക്കെ. ഇനി അടുത്ത് നിന്നോ? വീട്ടിൽ പോയാണോ ഭക്ഷണമൊക്കെ കഴിപ്പ്? വീട്ടിൽ പോയി. എവിടെ വീട്? ആണല്ലേ? ഓക്കെ. എന്താ മണ്ഡലത്തിലൊരു രാഷ്ട്രീയാവസ്ഥ? LDFന് സാധ്യതയുണ്ടോ അതോ UDFനാണോ? അതോ UDFന് സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു ഒന്നും മാറി വരുന്നത് നല്ലതാണെന്ന് പറയുന്നു അല്ലേ? അങ്ങനെ അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP എന്ന് പറയുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. നമുക്കിവിടെ കുറേ ഐറ്റം ഭക്ഷണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഐറ്റം അർജുൻ, ഇത് കൊള്ളാലോ. അപ്പം അറിയോ? കണ്ണൂരപ്പം അറിയോ? എന്താണ് ഇതിന്റെ പേര്? അമിത്. ഇതിന്റെ പേര് കണ്ണൂരപ്പം. ഓക്കെ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനം ബൈക്കൊന്ന് പിടിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനത്തിന്റെ പേര് അമിത് എന്നാണെന്ന് പറയാൻ പോകുന്നത്. കാര്യം അമിട്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. കണ്ണൂരായോണ്ട് പറയാനും പറയുന്നില്ല. ഈ സാധനത്തിന്റെ പേര് അമിത് എന്നാ പേര് അല്ലേ? ഓക്കെ. ബൈക്ക് പിടിച്ചോ അമിത്. ഇതിന്റെ പേര് കണ്ണൂരപ്പം. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? മധുരം കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഇല്ലേ? ശർക്കരയല്ല, പഞ്ചസാരയാ. ഉണ്ണിയപ്പത്തിലെ ശർക്കരയാ. അതൊരു കൂട്ട് പരിവാക്കിയിട്ട് നമ്മൾ സാധാ ഉണ്ണിയപ്പത്തിന്റെ കാരയിലേക്ക് ഒഴിക്കും. അത് മറിച്ചിട്ട് എടുക്കുകയാണ്. സംഭവം അടിപൊളി കേട്ടോ. അപ്പം ഇത് കണ്ണൂരപ്പാണ്. കണ്ണൂരപ്പത്തിൽ പഞ്ചസാരയാണ് ചേർക്കുക. നമ്മൾ ഉണ്ണിയപ്പത്തിന് ശർക്കര ചേർക്കുക അല്ലേ? ശർക്കരയുള്ള ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ പത്തിരി ഉണ്ട്. ഇപ്പൊ ഈ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ഏതിനാ? ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ചേട്ടൻ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഇവിടെയാണോ? ചേട്ടൻ്റെ കട. അത് അരി ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അതോ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? എല്ലാം വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്. നല്ല രുചിയാണ്. നല്ല ചൂടത്ത് ഇതൊക്കെ വന്ന് കഴിച്ചു. ഒരു കണ്ണൂരപ്പം എടുക്കട്ടെ വേണ്ട? അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാം. അപ്പം നമുക്ക് ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ്